നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം എന്തൊക്കെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. പല തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുന്നുണ്ട്. പല ബൈഡൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് പുതിയ നീക്കങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചില തീരുമാനങ്ങൾ ട്രംപ് എടുത്തതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള അർദ്ധ സ്വയംഭരണ രാജ്യമായ ഗ്രീൻലാൻഡ് പണം കൊടുത്തു വാങ്ങാനാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നീക്കമെന്നുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ദ്വീപ് വിൽക്കാൻ നാട്ടുകാർക്കോ ഡെൻമാർക്കിനോ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു ഇതിന് തടസ്സം. 157 കൊല്ലം പഴക്കമുള്ള ഒരു അമേരിക്കൻ മോഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുക. അമേരിക്കയുടെ ഈ സ്വപ്നത്തെ വീണ്ടും പൊടിതട്ടി ഉണർത്തിയിരിക്കുകയാണ് ഏതായാലും US. ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് ഉൾപ്പെടെ ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥ അവകാശവും നിയന്ത്രണവും തീർത്തും അനിവാര്യമാണെന്നും US കരുതുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നിലവിൽ ദ്വീപിന്റെ വിദേശ ബന്ധങ്ങൾ, പ്രതിരോധം എന്നിവ പോലുള്ള കാര്യങ്ങൾ ഡെൻമാർക്കാണ് നിയന്ത്രിക്കുന്നത്. ഗ്രീൻലാൻഡ് കൈമാറ്റം സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ തുടരവെയാണ് ഇപ്പോൾ മറ്റൊരു ദ്വീപ് സംബന്ധിച്ച് ചില വാർത്തകളും പുറത്തുവരുന്നത്. പാപ്പുവ ന്യൂ ഗിനിയയുടെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണാധികാരമുള്ള പസഫിക് ദ്വീപ് ശൃംഖലയായ ബോഗൻവില്ലയുടെ നിയന്ത്രണം ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്ന തരത്തിലാണ് ഓൺലൈൻ രംഗത്ത് പ്രചരിക്കുന്ന വാർത്തകൾ. പാപ്പുവ ഗിനിയയുടെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണാധികാരമുള്ള പസഫിക് ദ്വീപ് ശൃംഖലയായ ബോഗൻവില്ലയുടെ നിയന്ത്രണം ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്ന തരത്തിലാണ് ഇപ്പോൾ ചില വാർത്തകൾ പ്രചരിക്കുന്നത്. ദ്വീപ് സമൂഹമാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും നിക്ഷേപം ഇവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബോഗൻവില്ല ദ്വീപിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഏകദേശം $60 ബില്യൺ വിലമതിക്കുന്ന ധാതുക്കളാണ് ഇവിടെയുള്ളത്. അങ്ങനെയൊരു ദ്വീപിനെ അമേരിക്കയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഖനന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉടൻ ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദ്വീപിലെ പങ്കൂന സ്വർണ്ണ ചെമ്പ് ഖനിയിൽ US പങ്കാളിത്തം തുറന്നു പറയുന്ന ബോഗൻവില്ല പ്രസിഡന്റ് ഇസ്മായിൽ ടൊറോമയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രചാരണം അവിടെ നടക്കുന്നത്. പങ്കൂനയിൽ 5.84 ദശലക്ഷം ടൺ ചെമ്പും ഏകദേശം 20 ദശലക്ഷം ഔൺസ് സ്വർണവും ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയർത്തുന്ന ഒരു ജനവിഭാഗം കൂടിയാണ് ബോഗൻവില്ലയിലേത്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു പരാമർശമാണ് പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അമേരിക്ക വന്ന് ബോഗൻവില്ലയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ പാൻഗുന ഖനിയുണ്ട്, അത് നിങ്ങളുടെ കൂടി ഇഷ്ടമായിരിക്കുമെന്നാണ് ഇസ്മായിൽ ടൊറോമ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബോഗൻവില്ലക്കാർ ആദ്യമായി അല്ല ഇത്തരം ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് 2024 ഒക്ടോബർ 30 ദി വേൾഡ് പ്രസിദ്ധീകരിച്ച ബോഗൻവില്ല ദി വേൾഡ്സ് നെക്സ്റ്റ് ന്യൂ കൺട്രി എന്ന ലേഖനത്തിലാണ് ഇത്തരമൊരു ഓഫർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തന്നെ ബോഗൻവില്ലയെ കുറിച്ചോ തങ്ങളുടെ സമ്പത്തിനെ സംബന്ധിച്ചോ ടൊറോമ ട്രംപിനെ നേരിട്ട് എന്തെങ്കിലും വാഗ്ദാനം നൽകിയതായുള്ള തെളിവുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമാകാൻ ഒരുങ്ങുന്ന ബോഗൻവില്ലയുടെ മനസ്സ് മാറുന്നുവോ എന്ന ചോദ്യം കൂടിയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്. പാപ്പുവ ന്യൂ ഗിനിയയുടെ അതായത് PNG കിഴക്കൻ ഭാഗത്തുള്ള വിദൂരമായ പ്രദേശമാണ് ബോഗൻവില്ല. പാപ്പുവ ന്യൂ ഗിനിയയുടെ ഭാഗമായ ഈ പ്രദേശം സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനുമായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കഷ്ടതകൾക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കുമെല്ലാം അറുതി വരുത്തിക്കൊണ്ട് പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്ന് സ്വാതന്ത്ര്യമാകാൻ ജനങ്ങൾ ഹിതപരിശോധനയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് ബോഗൻവില്ല എന്ന പുതിയ രാജ്യം ഉണ്ടാകുമെന്ന് കരുതിയത്. പസഫിക്കിലെ ധാതു സമ്പന്ന പ്രദേശമായ ബോഗൻവില്ല നിലവിൽ പാപ്പുവ ന്യൂ ഗിനിയയ്ക്ക് കീഴിൽ അർദ്ധ സ്വയംഭരണ പദവിയോടെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ 2019 നടത്തിയ ഹിതപരിശോധനയിൽ ദ്വീപിലെ 97% ആളുകളും ദ്വീപിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ പിന്തുണച്ചിരുന്നു. ഹിതപരിശോധന നടത്തിയെങ്കിലും വോട്ടെടുപ്പ് നിർബന്ധിതമായിരുന്നു. ഹിതപരിശോധനയിലെ ഫലം ചർച്ച ചെയ്യാൻ പാപ്പുവ ന്യൂ ഗിനിയ പാർലമെന്റ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. 2019 ഹിതപരിശോധനയ്ക്ക് ശേഷം അത് നടന്നില്ല. ഇതിനിടെ പുതിയ ആവശ്യം ബോഗൻവില്ലയിൽ നിന്ന് ഉയരുകയാണ്. അവർക്ക് അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിലാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് റിപ്പോർട്ടുകൾ. 1975 ബോഗൻവില്ല ആദ്യമായി പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം പാപ്പുവ ന്യൂ ഗിനിയ വീണ്ടും പ്രദേശം തങ്ങളുടെ കീഴിലാക്കി. സ്വാതന്ത്ര്യ പോരാട്ടം 1988 മുതൽ 1997 വരെ ഏകദേശം ഒരു ദശാബ്ദക്കാലം നീണ്ടുനിന്ന ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിനും ഇടയാക്കിയിരുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് ഇക്കാലയളവിൽ നഷ്ടമായത്.
2001 ഒപ്പുവെച്ച സമാധാന കരാറിന്റെ പ്രധാന ഭാഗമായിരുന്ന ഹിതപരിശോധന എന്നുള്ളത്. ഹിതപരിശോധനയിൽ ബഹുഭൂരിപക്ഷം ആളുകളും ദ്വീപിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിലും പാപ്പുവ ന്യൂ ഗിനി സർക്കാർ അതിന് തയ്യാറല്ല എന്നതാണ് വാസ്തവം. ഇതിനിടയിലാണ് ട്രംപിന് നൽകിയ വാഗ്ദാനം സംബന്ധിച്ച വാർത്തകളും പുറത്തുവരുന്നത്. നിലവിൽ പാപ്പുവ ന്യൂ ഗിനിയുടെ ഭാഗമായ ബോഗൻവില്ല 2019 സ്വാതന്ത്ര്യത്തിനായി വോട്ട് ചെയ്തു. പക്ഷേ വോട്ടെടുപ്പ് ബാധകമല്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് അമേരിക്കയിലേക്ക് ചേരണമെന്നതാണ് അവരുടെ ആവശ്യം. ചൈനയുമായുള്ള ഭാവിയിലെ ഏതു യുദ്ധത്തിലും ദ്വീപിന്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയ്ക്കും ഈ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ്. ബോഗൻവില്ലയുടെ പ്രസിഡന്റും മുൻ വിമത കമാൻഡറുമായ ഇസ്മയിൽ ചൊറോമയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്ന ആവശ്യം ശക്തമാക്കുന്നത്. ഇത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 2027 പൂർണ്ണ രാജ്യമായി ബോഗൻവില്ല മാറും. അതിനുശേഷം ബോഗൻവില്ല അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പിന്റെയും സ്വർണത്തിന്റെയും സ്രോതസ്സുകളിൽ ഒന്നായ പങ്കൂന ഖനി ഇവിടെയാണുള്ളത്. ഏകദേശം $60 ബില്യൺ വിലമതിക്കുന്ന 5.84 ദശലക്ഷം ടൺ ചെമ്പും ഏകദേശം 20 ദശലക്ഷം ഔൺസ് സ്വർണം ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സ്വർണ്ണ ഖനിയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളാണ് ഈ ചർച്ചയ്ക്ക് കാരണമെന്നും വിലയിരുത്തുന്നുണ്ട്. ഇതിനെ ചൈന എങ്ങനെ കാണുമെന്നതാണ് നിർണായകം. ചൈനയ്ക്കെതിരെ ബോഗൻവില്ലയെ തിരിക്കാനുള്ള ട്രംപിന്റെ നീക്കം ഏവരും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഏകദേശം 3 ലക്ഷം ആളുകളാണ് ഈ പ്രദേശം. അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും ബുക്കയ്ക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിലും ബോഗൻവില്ല ദ്വീപിലുള്ള മറ്റ് 2 പ്രധാന നഗരങ്ങളായ അരാവ, ബ്യൂൺ എന്നിവിടങ്ങളിലുമാണുള്ളത്. 2011 സെൻസസ് പ്രകാരം ബോഗൻവില്ലയിലെ ജനസംഖ്യ 2,49,358 ആണ്. 1768 കിഴക്കൻ തീരത്ത് കപ്പലിറങ്ങിയ ഫ്രഞ്ച് നാവികൻ ലൂയിസ് അന്റോയിൻ ഡി ബോഗൻവില്ലയുടെ പേരിലാണ് ഈ ദ്വീപ് പിന്നീട് അറിയപ്പെട്ടത്. മെലനേഷ്യൻ ഭാഷയാണ് ബോഗൻവില്ലക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത്. പ്രാദേശിക ഭാഷയായ ടോക്ക് പിസൻ എന്ന ഇംഗ്ലീഷ് മിശ്ര ഭാഷയും പ്രചാരത്തിലുണ്ട്. ഇവയ്ക്ക് പുറമെ ഏതാണ്ട് 19 വ്യത്യസ്ത തദ്ദേശീയ ഭാഷകളെങ്കിലും ബോഗൻവില്ലക്കാർ ഉപയോഗിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ബോഗൻവില്ലയെ ജർമ്മനി കോളനിവൽക്കരിച്ചു. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാൻ ബോഗൻവില്ലയെ സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം 1975 പാപ്പുവ ന്യൂ ഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഓസ്ട്രേലിയയാണ് ഇവിടെ ഭരിച്ചിരുന്നത്. 1998 ബോഗൻവില്ലയുടെ വിമത ഗറില്ല സൈന്യവും പാപ്പുവ ന്യൂ ഗിനിയ സേനയും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ 20,000-ഓളം പേർ മരിച്ചിരുന്നു. 2023 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും പാപ്പുവ ന്യൂ ഗിനിയയിൽ സന്ദർശനം നടത്തിയതും അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇന്ത്യയുടെ 14 പസഫിക് ദ്വീപ് രാജ്യങ്ങളുടെയും കൂട്ടായ്മയായ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലാൻഡ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടായിരുന്നു അന്ന് നരേന്ദ്രമോദി പാപ്പുവ ന്യൂ ഗിനിയയിൽ എത്തിയത്. സാധാരണ സൂര്യാസ്തമയത്തിന് ശേഷം വിദേശത്ത് നിന്നെത്തുന്നവർക്ക് ഔദ്യോഗിക സ്വീകരണം നൽകുന്ന പതിവ് ആ രാജ്യത്തില്ല. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ രാജ്യം സ്വീകരിച്ചത്. നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്ദിച്ചാണ് അന്ന് മറാപ്പെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് പാപ്പുവ ന്യൂ ഗിനിയ സന്ദർശിക്കുന്നത്. ഏതായാലും വളരെ ധാതു സമ്പത്തുകളുള്ള ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ബില്യൺ വിലമതിക്കുന്ന സമ്പത്തുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബോഗൻവില്ല ദ്വീപ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെയും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത്.